ഫ്രണ്ട്സ്, നമ്മളെ കാണുന്ന പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡ് ഡീറ്റെയിൽ അപ്ഡേഷനാണ് ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് 50 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു റൗണ്ട് പോർഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹൈമാസ് ലൈറ്റുമുണ്ട്. വളരെ മനോഹരമായ അലങ്കാര ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗം മൊത്തവും. നമ്മുടെ മുന്നിൽ കാണുന്ന 4 വരി പാതയാവട്ടെ, അതിൻ്റെ സെൻട്രലിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് വ്യക്തമായി കാണുന്നതോടൊപ്പം തന്നെ മനോഹരമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയാകുമ്പോൾ ഇതുപോലെ അലങ്കാര ചെടികളും സ്ട്രീറ്റ് ലൈറ്റും കൊണ്ട് നിറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാണ് ആ സെൻട്രൽ പോർഷൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ലൈനിങ് കഴിഞ്ഞിട്ടുള്ള സെൻട്രൽ പോർഷൻ വേക്കൻ്റായി കിടക്കുന്നത് ഇതേപോലെ അലങ്കാര ചെടികളും വളരെ മനോഹരമായ പുഷ്പങ്ങളും സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് പോർഷൻ തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് നമ്മുടെ പോർട്ട് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും NH66 പോകുന്ന റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇപ്പോൾ മെയിൻ റോഡ്, അതായത് ലിങ്ക് റോഡിനെ മുറിച്ചൊരു മെയിൻ റോഡ് കടന്നു പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വന്ന റോഡിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ തൊട്ട് മുന്നേ വന്ന റോഡിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലിങ്ക് റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനാണ്, നമ്മുടെ വർക്ക് സ്റ്റാർട്ടിംഗ് പോർഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് പോർട്ടിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ആദ്യ ഭാഗം. കാരണം ഞാൻ പോർട്ടിനകത്തു നിന്നാണ് ഇപ്പോൾ വന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ റോഡ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന മെയിൻ റോഡ്. ഈ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗം, ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗം, നമ്മുടെ കോവളം വിഴിഞ്ഞം മുക്കോല ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലായി കാണുന്നത് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻസ് ആണ്, അല്ലെങ്കിൽ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റോഡ് നേരെ പോകുന്നത്, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് പൂവാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോവളം വിഴിഞ്ഞം മുക്കോല പൂവാറിലേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ മുന്നിലൂടെ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ലിങ്ക് റോഡിന്റെ വർക്ക് അപ്ഡേഷനാണ്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ സ്ഥലം അല്ലെങ്കിൽ ഈ പ്ലേസ് വളരെ പരിചിതമാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ഒരു ബൈ റോഡ് കടന്നു പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ബൈ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. കാരണം ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. 1-2 ആഴ്ച കൊണ്ട് തന്നെ ഡ്രെയിനേജിൻ്റെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മുതൽ NH66 വരെയുള്ള നീളുന്ന 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തെല്ലാം ലൈനിങ്ങിന്റെ വർക്ക് വരെ കംപ്ലീറ്റ് ആയതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റുമുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. വലിയൊരു ഹൈമാസ് ലൈറ്റ് തന്നെയാണ്, LED പാനലാണ് അതിലുള്ളത്. ഇതാ പൂർണ്ണമായിട്ടും നമുക്ക് ലൈനിങ് വർക്ക് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ എത്രത്തോളം ഇനി വർക്ക്, ചെറിയ ചെറിയ വർക്കുകളായിരിക്കും നിലവിൽ ഇനി ഇവിടെ ഈ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓരോ വർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് മുന്നിൽ ധാരാളം ലോറികളെ കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ നിന്നും ട്രെഡ്ജ് ചെയ്ത മണൽ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ ലോറികൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ സൈഡിലൂടെ ഇനി ക്രാഷ് കാർഡിൻ്റെ വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ക്രാഷ് കാർഡ് വർക്ക് എത്രത്തോളമാണ്, കാരണം ഈ ഭാഗത്ത് ഇനി ക്രാഷ് കാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ബാക്കി എല്ലാ ലൈനിങ്ങിൻ്റെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ ഇനി അത് മാത്രമേ ഉള്ളൂ. ഇതാ നമുക്ക് നോക്കാം. ക്രാഷ് കാർഡിൻ്റെ വർക്കുകൾ ഇതാ ഈ ഭാഗത്തുണ്ട്. കുറച്ച് ഇൻ്റർലോക്ക് സ്റ്റോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഈ ഭാഗത്തെല്ലാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഇൻ്റർലോക്ക് ഇട്ട റോഡിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങിൻ്റെ പോർഷൻ കഴിഞ്ഞു. അതായത് റോഡിൻ്റെ ഇരുവശത്തായിട്ട് ഈ പറയുന്ന ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് കാർഡിൻ്റെ വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കാരണം വളരെ കുറച്ച് ഭാഗത്ത്, നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് ഇനി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി ഈ വശത്ത് കാണുന്നിടത്തെല്ലാം ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വശത്ത് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാ നമുക്ക്, എനിക്ക് തോന്നുന്നു വർക്കിംഗ് സ്റ്റാഫുകളെ വാഹനങ്ങളായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കറക്റ്റാണ്.
ഇതാ നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചയിലെക്കാട്ടിയും കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗത്തൊന്നും ക്രാഷ് കാർഡിൻ്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിരുന്നില്ല. പക്ഷേ അതുകൂടി ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ മെയിൻ മാറ്റമുള്ളത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ക്രാഷ് കാർഡ് നമുക്ക് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബ്രിഡ്ജ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ആയി സെന്റിനൽ ഹബ്ബിൽ നിന്നും മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 1100 മീറ്ററാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ എൻഡ് പോർഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ബ്രിഡ്ജാണ്. എല്ലാ വീഡിയോ എനിക്ക് തോന്നുന്നു 16ാമത്തെ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 16 അപ്ഡേഷൻസിലും ആദ്യം ഈ വീഡിയോ, അതായത് ആദ്യം ഈ പോർട്ടിൻ്റെ ലിങ്ക് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫസ്റ്റ് ബ്രിഡ്ജ്. ഈ ഫസ്റ്റ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ അതാ ഈ ഭാഗത്ത് എത്തി നോക്കുമ്പോൾ ഏകദേശം 1100 മീറ്റർ വർക്കുകളെല്ലാം 99% കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. തീർച്ചയായിട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, ലൈനിങ്ങിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതുമാത്രമല്ല ക്രാഷ് കാർഡിൻ്റെ വർക്കുകൾ അന്നി ചെറുതായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വർക്കും തീർച്ചയായിട്ടും കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ വർക്കുകൾ ഉള്ളത്. അതായത് 1700 മീറ്റർ 1100 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 600 മീറ്ററിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത്. ഈ 600 മീറ്റർ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. കാരണം ഈ ഭാഗത്തെല്ലാം വലിയ ചെളിയും കുളവുമായിട്ട് കിടന്ന വലിയൊരു പ്ലേസാണ്. ആ പ്ലേസാണ് നമ്മൾ കുറച്ച് ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് നികത്തിയെടുത്ത് ഈ ഒരു പൊസിഷനിലേക്ക് ചുമ്മാ നികത്തിയെടുക്കുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പലരും ചോദിക്കുന്നുണ്ട് വർക്ക് സ്റ്റാഫിനെ കൂട്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വേഗത്തിൽ വർക്ക് നടത്തിക്കൂടെയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറിയാണ്, സാധാ ഒരു റോഡല്ല ഇത്. ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറി പോകുന്ന റോഡാകുമ്പോൾ തീർച്ചയായിട്ടും ആ ലെവലിൽ മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒറ്റ സ്റ്റെപ്പിലെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതിന് ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് മാത്രമേ നമുക്ക് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വർക്കുകൾ, എന്നിട്ടും ഈ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന ഈ പോർഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മളെ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും മിക്സ് ചെയ്തതിന് ശേഷം, അതാണ് ഒരു എസ്കേവേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് ലോറിയിലേക്ക് സൈഡിലേക്ക് പോകുന്നത്. നേരത്തെ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ റേഷ്യോ 70-30 ആയിരുന്നു. അതായത് 70% ഡ്രഡ്ജ് ചെയ്ത മണലും 30% നമ്മുടെ ഈ പറയുന്ന ചെമ്മണ്ണും ഈ മിക്സഡ് റേഷ്യോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ കണക്ക് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഇനി റേഷ്യോ മാറുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ സൈറ്റിൽ വന്ന് കാണുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. അതുമാത്രമല്ല സൈറ്റ് സൂപ്പർവൈസറേയും സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയും പൂർണ്ണ കൺട്രോളിലാണ് ഈ വർക്കെല്ലാം മുന്നോട്ട് പോകുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അദാനിയുടെ ഓഫീസിൽ നിന്നും പലപ്പോഴായിട്ട് ഞാൻ വരുമ്പോഴൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. അദാനിയുടെ ഓഫീസിൽ നിന്നൊക്കെ എഞ്ചിനീയേഴ്സ് വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ അദാനിയുടെയും വർക്കെടുത്ത കമ്പനിയുടെയും പൂർണ്ണ കൺട്രോളിൽ വളരെ ഫാസ്റ്റായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുമാണ് ഈ വർക്കെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതിലും വേഗത്തിൽ ഫാസ്റ്റായിട്ട് ഈ വർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെയ്നർ ലോറി കടന്നു പോകുന്ന റോഡാണ്. അതിനാൽ അങ്ങനെ ഈ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മുന്നിൽ ഇവിടെ കുറച്ച് വെള്ളക്കെട്ടുണ്ട്. അത് പലപ്പോഴും നമുക്കറിയാം. അത് പമ്പ് ചെയ്ത് കളയുന്നതിന് ഒരു പമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ തൊട്ട് മുന്നേ കടന്നുപോയ ലോറിയാണുള്ളത്. അതിൽ കോൺക്രീറ്റ് സ്ലാബുകളാണ്. അതിൻ്റെ പേര് നമുക്ക് നോക്കാം, അതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അതിൻ്റെ യൂസ് നോക്കാം. അത് കൊണ്ടുപോകാൻ ഒരു ക്രെയിനും വരുന്നുണ്ട്, അത് ഇറക്കി വെക്കാൻ വേണ്ടി. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഹൈറ്റ് നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. അതുമാത്രമല്ല കോൺക്രീറ്റിൽ തീർത്തൊരു പൈപ്പ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന കേബിൾ കൊണ്ടുപോകുന്നതിനുള്ള പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രെയിൻ തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലാബുകൾ, അതായത് ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ സ്ലാബുകളെല്ലാം അൺലോഡ് ചെയ്യുന്നത്. ആ ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട് കണ്ടോ. അതായത് ഈ പറയുന്ന മോൾഡ് കുറച്ച് മുന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല, തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. കാരണം ഈ വർക്കുകൾ, അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. ആ അപ്ഡേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയ അപ്ഡേഷനാണ്. നമുക്കിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമ്മൾ ഈ പറഞ്ഞ ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് നമ്മുടെ റോഡിൻ്റെ ഹൈറ്റ് കൂട്ടി വരുന്ന കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം ഏകദേശം ഹൈറ്റ് ഇതാണെന്ന് തോന്നുന്നു. ഹൈറ്റ് ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് ആ വേരിയേഷൻ വരുന്നത്. അതുമാത്രമല്ല ഈ സ്ലാബ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം സ്ലാബ് ഫിക്സ് ചെയ്തിരിക്കുന്നു.
ഈ പറയുന്ന ഈ ഭാഗത്തെല്ലാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ, കേബിൾ പോകേണ്ട ലൈനുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെൻട്രലിലൂടെ കാണുന്നത് ആ വർക്കുകളും ഇപ്പോൾ നടക്കുന്നു. സൈഡിലായിട്ട് ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകളും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിലാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. കാരണം കഴിഞ്ഞ ഓരോ ആഴ്ചയിലെയും വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വർക്ക് അപ്ഡേഷൻ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ആ ഹൈറ്റിൽ നമുക്ക് റോഡ് കാണാൻ സാധിക്കുമോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ആ ഒരു വേരിയേഷൻ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇല്ലാത്തവർ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ 16ാമത്തെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ 16 വീഡിയോയും പ്ലേലിസ്റ്റിലുണ്ട്. ആദ്യമായിട്ട് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അപ്ഡേഷൻ മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനാൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. പാനലിംഗ് വെച്ച് പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. പാനലിൻ്റെ വർക്കുകൾ ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം ഇവിടെ ഹൈറ്റ് കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ആ പോർഷൻ വരെയാണ് ഹൈറ്റ് കൂട്ടുന്നത്. അപ്പോൾ വളരെ സാവധാനത്തിലേക്കും ഹൈറ്റ് കൂട്ടുന്നു. പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ കടന്നു വരുമ്പോൾ ഈ ഭാഗത്തെല്ലാം പാനലിൽ ഹൈറ്റ് കൂടിയിരിക്കുന്നു. റോഡ് പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈറ്റ് കൂടിയിരിക്കുന്നു. അതുമാത്രമല്ല ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളുണ്ടോ, ഈ സൈഡിലായിട്ട് ഡ്രെയിനേജിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട്, അതായത് ഡ്രെയിനേജ് വർക്ക് നടക്കുന്നതിന് മുന്നേ ആയിട്ടൊരു കോൺക്രീറ്റ് പോർഷൻ ഉണ്ട്. ആ കോൺക്രീറ്റ് പോർഷൻ്റെ ലെന്ത് കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. സൈഡിലായിട്ട് ആ ഈ ഡ്രെയിനേജിൻ്റെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ലെന്തും കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ശതമാനം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നാൽ റോഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. 4-5 അപ്ഡേഷന് മുന്നേ ആണെങ്കിൽ ഈ ഭാഗത്ത് തീർച്ചയായിട്ടും റോഡ് കാണാനായി സാധിക്കും. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്നാൽ, അതായത് ബൈ റോഡ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് റോഡിനെ കാണാൻ സാധിക്കാത്ത അത്ര ഹൈറ്റ് പൂർണ്ണമായിട്ടും കൂടിയിരിക്കുന്നത്. ഹൈറ്റ് കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗത്ത് നിന്നാൽ കാണാൻ സാധിക്കില്ലണ്ടോ. ഇവിടെ ഈ പറഞ്ഞ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ പറയുന്ന കേബിൾ പോകുന്ന ലൈൻ പോകുന്ന വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടോ. ഇവിടെ നിന്നാൽ പൂർണ്ണമായിട്ടും റോഡ് എന്താണെന്ന് കൂടി അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഹൈറ്റ് കൂടിയിട്ടുള്ളത്. കാരണം നേരത്തെയൊക്കെ അപ്ഡേഷൻ എടുക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ അപ്ഡേഷൻ എടുക്കാറുണ്ട്. കാരണം പല ഘട്ടങ്ങളായിട്ട് നമുക്ക് വർക്ക് കാണാൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഇനി ഈ ഭാഗത്തു നിന്നുള്ള വർക്കൊന്നും കാണാനേ സാധിക്കില്ല. അത്രത്തോളം നമുക്ക് ഹൈറ്റ് ഇവിടെ കൂടിയിരിക്കുന്നു. കാരണം ഇവിടെ രണ്ടാമത്തെ ബ്രിഡ്ജ് വരുന്നുണ്ട്. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഹൈറ്റിനൊപ്പം നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ ഹൈറ്റും കൂടണം. രണ്ടാമത്തെ ബ്രിഡ്ജ് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എത്രത്തോളമാണ് ഹൈറ്റ് കൂടിയിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ അപ്ഡേഷനും നമ്മൾ വളരെ വ്യക്തമായിട്ടും ക്ലാരിറ്റിയോട്ടുമായിട്ട് കൊടുക്കുന്നത്. അതിനാൽ നമുക്ക് ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാനേ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കണ്ടോ, ഇതാണ് നമ്മളെ പാനലിങ്ങിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന പാനലിങ്ങിനെ കാട്ടിയും 2 പാനലിൻ്റെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇത്രത്തോളമാണ് ഹൈറ്റ് കൂടിയിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നിന്നാൽ കൂടി തന്നെ നമുക്കിപ്പോൾ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന പാനൽ ഹൈറ്റ് കൂടിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഓരോ ആഴ്ചയിൽ വരുന്ന വ്യത്യാസം നമുക്കത് മനസ്സിലാക്കാൻ വളരെ വേഗം ഒരു വീഡിയോയിലൂടെ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആ പാനലിൻ്റെ ഹൈറ്റും, അതായത് ഇപ്പോൾ നമ്മൾ ബൈ റോഡ് വഴിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇനി തൊട്ടപ്പുറത്ത് റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ഉള്ള പാനലിൻ്റെ ഹൈറ്റും ഇതെല്ലാം അറിയണമെങ്കിൽ, റോഡിൻ്റെ ഹൈറ്റൊക്കെ അറിയണമെങ്കിൽ തൊട്ടടുത്ത വശം കൂടി പോകണം. അത് ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് നടന്ന് നീങ്ങാനായി സാധിക്കും. നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ ഭാഗത്ത് ഹൈറ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോർട്ടിൽ നിന്നുകൊണ്ടുവന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ഈ പറയുന്ന മിക്സ് ചെയ്ത സാൻഡും ഈ പറയുന്ന ലോറികളെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഇപ്പം ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഈ പാനലിൽ അവർക്ക് കൂട്ടുന്നത്. ഏകദേശം ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ ഹൈറ്റിനനുസരിച്ച് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നോക്കാം എത്രത്തോളമാണ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു പാനലിൻ്റെ വ്യത്യാസമില്ല. അതായത് ഇപ്പോൾ ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന പാനലിൻ്റെ ഒരു പാനൽ ഹൈറ്റിലാണ് എത്തിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതിന് ഒരു 1.5 പാനലിൻ്റെ ഹൈറ്റിലാണ് നിലവിലിവിടെ വർക്ക് നടക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ട ഈ പറയുന്ന മിക്സ്ഡ് റേഷ്യോ ഉള്ള മണൽ, അല്ലെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും നമ്മുടെ ഈ പറയുന്ന ചെമ്മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഉപയോഗിച്ച് വർക്ക് കംപ്ലീറ്റ് ആയതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ പാനലിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ പറയുന്ന ജിയോ ഗ്രിഡ് കാണാൻ സാധിക്കും. ജിയോ ഗ്രിഡ് ഉപയോഗിച്ച് ചെറിയൊരു ടെൻഷനിൽ റോഡിൻ്റെ സെൻറ്ററിലൂടെ വന്നതിന് ശേഷമാണ് ഇത് ലെയർ ബൈ ലെയർ കംപ്ലീറ്റ് ആയി പോകുന്നത്. അതുമാത്രമല്ല പാനലിൻ്റെ സൈഡിൽ മെറ്റലാണ് കൂടുതലായിട്ട് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ, എനിക്ക് തോന്നുന്നു 25 മുതൽ 30 സെൻറ്റിമീറ്ററാണ് ഓരോ ലെയറിൻ്റെയും
തിക്നെസ് ആ ലെയർ അനുസരിച്ചാണ് ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് നിലവിലെ നമ്മൾ അപ്ഡേഷനിൽ നിന്നും റോഡ് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അത് ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിലും സംശയമുള്ളവർക്ക് നമുക്ക് പ്രീവിയസ് വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കിയാൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എത്ര ദിവസം കൊണ്ടുള്ള വ്യത്യാസമാണ്. കാരണം 5 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷനാണ് കൊടുക്കുന്നത്. 5 ദിവസങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ 6 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച ആയിക്കോട്ടെ, ഒരാഴ്ചയിൽ വന്ന വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ സൈഡിലെ പാനലിലെ വർക്കും ഏകദേശം അതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിരിക്കുന്നു. കണ്ടോ, ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ. ഇപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. സൈഡിലെ പാനൽ പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡ് പൂർണ്ണമായിട്ടൊന്നും കാണാനായി സാധിക്കില്ല. കുറച്ച് നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഡ്രെയിനേജിന്റെ വർക്കുകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്ക് എത്രത്തോളമായി കംപ്ലീറ്റ് ആയി നമുക്ക് നോക്കണം. അത് മാത്രമല്ല ഈ സൈഡിലെ പാനലിലെ ഹൈറ്റ് എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കണം. നമ്മൾ അതായത് ഈ റോഡിന്റെ മറുവശത്ത് നമുക്ക് ഒരു ബൈ റോഡെങ്കിലും ഉണ്ട്. അതിലൂടെ നമുക്ക് പോയിട്ട് നമുക്ക് എത്രയാണ് വർക്ക് നടക്കുന്നത് അറിയാനായി സാധിക്കും. പക്ഷേ ഈ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി വന്നാൽ മാത്രമേ ആ വ്യത്യാസം മനസ്സിലാക്കാനേ സഹായിക്കും. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബ്രിഡ്ജും റോഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പാനലിലൂടെ ആവുമ്പോൾ 1.5 പാനൽ, 2 പാനലിന്റെ ആവശ്യം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം ആവുമ്പോൾ നമുക്ക് അതായത് ഈ ബ്രിഡ്ജിന്റെ പാരലായിട്ട് എത്തും. കാരണം അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ എത്തും എന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ആഴ്ചയിൽ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആവും നമുക്ക് നോക്കാം. വളരെ ദൂരെയായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ഡ്രെയിനേജിന്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അവിടുത്തെ ചെളിയും മണ്ണും കോരി മാറ്റുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അവിടുത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയതുപോലെ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ പോർഷനിലെ വർക്കുകളും നടക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ ഒന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നേരെ വരാം. നേരെ വന്നു കഴിഞ്ഞാൽ വളരെ സാവധാനം വന്നു കഴിഞ്ഞാൽ അതേ സൂമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പാനലിംഗ് പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. റോഡിൻ്റെ മുകളിലായിട്ട് വർക്കിംഗ് സ്റ്റാഫുകൾ പോകുന്ന കാണാൻ സാധിക്കും കേട്ടോ. വർക്കിംഗ് സ്റ്റാഫുകൾ നിൽക്കുന്ന കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം ഹൈറ്റ് നമുക്ക് മനസ്സിലായല്ലോ, എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അത് മാത്രമല്ല നമ്മുടെ ആ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഹൈറ്റും ഏകദേശം നമുക്ക് മനസ്സിലാവും. ഇവിടെ കൂടെ ഈ സൈഡിലൂടെ കേബിളൊക്കെ നേരത്തെ ഇട്ട കേബിളാണ്. അത് ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടന്ന സമയത്തുള്ള കേബിളാണ്. ഈ കേബിൾ സെൻട്രലിലൂടെ കൊണ്ടുപോകുന്നതിനാണ് ആ കേബിളിൻ്റെ വർക്കും അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ പോകാം. സൈഡിലൂടെ പോയിട്ട് ഇനി നമുക്ക് ഈ ബ്രിഡ്ജ്, രണ്ടാമത്തെ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള പോർഷന്റെ വർക്ക് കൂടി നമുക്ക് നോക്കണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രണ്ടാമത്തെ ബ്രിഡ്ജും നമ്മുടെ ഈ പറയുന്ന പോർട്ടിന്റെ സൈഡിൽ നിന്നും, അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലവും തമ്മിൽ ഏകദേശം 1500 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. കണ്ടോ, ഇതാണ് സൈഡിലോട്ടുള്ള ബൈ റോഡ്. ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ റോഡ് വഴിയാണ്. നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് പോയി NH 66 ബ്രിഡ്ജിന്റെ അവിടേക്ക് നമുക്ക് പോകണം. പോകുന്ന വഴിക്ക് ഈ പറയുന്ന ബ്രിഡ്ജിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കോൺക്രീറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇതുപോലെ തന്നെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്ക് എത്രത്തോളമായി നമുക്ക് ഇവിടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കണ്ടോ. ഇവിടെ എല്ലാം കോൺക്രീറ്റിന്റെ വർക്കുകൾ, ഒരു സ്റ്റെപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്ത സ്റ്റെപ്പിലെ കോൺക്രീറ്റിലേക്ക് പോകുന്നു. അത് നമുക്ക് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം ഈ പറയുന്ന മെറ്റലും എംസാൻഡും കുറേ സ്ട്രക്ചറിന്റെ വർക്കിനുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം കംപ്ലീറ്റ് ആയത് നമുക്ക്, കാരണം ഈ വർക്കിന് കൊണ്ടുവന്നതാണ്, ഡംപ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് NH 66 ബ്രിഡ്ജ് പോർഷൻ. ഇതിപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. എന്നാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പറയുന്ന ഒരു അണ്ടർപാസോട് കൂടിയ NH 66 ബ്രിഡ്ജ് പോർഷൻ. ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ലിങ്ക് റോഡ് വരുന്നത്. ഇനി നമുക്ക് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് നടക്കുന്ന വർക്കിംഗ് സൈറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ലോറി, ഒരു എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള മെറ്റൽ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ അത് മാറ്റുന്ന ജോലികളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇപ്പോൾ നമ്മുടെ പോർട്ടിന്റെ സൈഡിൽ നിന്നും വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും നമ്മുടെ ഈ പറയുന്ന NH 66 നോക്കുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജിന്റെ സൈഡിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ TMG സ്റ്റീലും ധാരാളം മെറ്റീരിയൽ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. എല്ലാവർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മുതൽ NH 66 വരെ, അതായത് ഈ ബ്രിഡ്ജ് വരെയുള്ള വർക്ക് അപ്ഡേഷൻസ്. നമ്മളിപ്പോൾ കണ്ട ലിങ്ക് റോഡിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്രത്തോളമാണ് വർക്ക് ഫാസ്റ്റായിട്ട് പോകുന്നത് എന്ന് അറിയാൻ സാധിക്കാത്തവർക്ക് പ്രീവിയസ് വീഡിയോ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും ആദ്യം തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. Thank you.